മദ്യപാനമാകട്ടെ, മയക്കുമരുന്നാകട്ടെ, മനുഷ്യന്റെ സമാധാനമില്ലായ്മയാകട്ടെ, പ്രതിസന്ധി ആകട്ടെ, എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല, മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ്. ചിലർ പറയും എന്റെ ഒരു ബലഹീനതയാണ്, ആ വ്യക്തിയുടെ ഒരു ബലഹീനതയാണെന്ന് പറയും. ചിലർ പാപമാണെന്ന് സമ്മതിക്കും. പക്ഷേ ആ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ, അതിൽ നിന്ന് ഒരു മാറ്റത്തിന് വിധേയമാകാൻ ആഗ്രഹിക്കുകയില്ല. എന്നാൽ ഈ നാളുകളിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പാപമാണ് മനുഷ്യനെ എല്ലാവിധമായ അധപ്പതനങ്ങളിലേക്കും നയിക്കുന്ന ഒരേ ഒരു സംഗതി. നമുക്കറിയാവുന്നതുപോലെ പാപം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സൃഷ്ടിയല്ല. മനുഷ്യൻ പാപിയായി തീർന്നത് ഏദൻ തോട്ടത്തിൽ ആദം ഹവ്വമാർ പാപം ചെയ്തത് നിമിത്തം മനുഷ്യൻ പാപിയായി തീർന്നു. ഈ സൃഷ്ടിയിൽ ഏറ്റവും മണിമകുടമായ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് നാം ഓരോരുത്തരും. അങ്ങനെ ആ മനുഷ്യൻ പാപം ചെയ്തതോടുകൂടി അവന്റെ എല്ലാവിധ പദവികളും നഷ്ടപ്പെട്ട അവൻ ഇന്ന് പലതിനും അടിമയായി തീരുന്നു. ഒരു മദ്യപാനിയായ ഒരു വ്യക്തി തലേ ദിവസം മദ്യപിച്ച് അവൻ കിടന്നുറങ്ങി നേരം വെളുക്കുമ്പോൾ അവന്റെ ഉള്ളിലെ ചിന്ത, ഇന്ന് ആ മദ്യപാനം എനിക്ക് വേണ്ട, ഞാൻ ഇന്ന് മദ്യപിക്കുകയില്ല എന്ന് തീരുമാനമെടുക്കും. പക്ഷെ വൈകുന്നേരമാകുമ്പോൾ അവൻ ഇന്നലത്തേക്കാൾ ഇന്ന് അതിൽ കൂടുതൽ മദ്യത്തിന് അടിമയാകുന്നു. കാരണം എന്താ? അതൊരു അടിമത്തമാണ്. ഈ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. പാപം സകലവിധ ദോഷങ്ങൾക്കും കാരണമായി തീരുന്നു. മനുഷ്യന് ഈ പാപത്തിന്റെ പരിണത ഫലമായി ശാപത്തിൽ വീഴുന്നു. പല വ്യക്തികളും ഉദ്ദേശിച്ച നിലവാരത്തിൽ ഉയർന്നു വരുവാൻ കഴിയാത്തതിന്റെ പിന്നിൽ ഒരു ശാപം അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നു. മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ അറിയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം മറ്റൊന്നുമല്ല, 3 അക്ഷരത്തിൽ ഒതുങ്ങുന്ന മരണം. മരണം സുനിശ്ചിതമാണ്, സമയം മാത്രം നിശ്ചയമല്ല.